ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ക്ലീനിങ് ഡേ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തായിരുന്നു നമ്മുടെ വീട്. വിഷുവായിട്ട് നല്ലൊരു ഡീപ്പ് ക്ലീൻ ഇവിടെ എല്ലാവരും കൂടെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ പണികളൊന്നും ഇല്ല, ചെറിയ പണി. അതിന് മുന്നാടിയായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഇന്ന് ദോശയും ചിക്കൻ കറിയാണ് കേട്ടോ. ദോശ നമുക്ക് ഉണ്ടാക്കണം, ചിക്കൻ കറി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ദോശ ഇതേ അമൃതയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നലെ നല്ല മഴ കിട്ടിയായിരുന്നു കേട്ടോ രാത്രിയൊക്കെ, അതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു കേട്ടോ. നമുക്ക് കടന്നിറങ്ങുമ്പോഴൊക്കെ ചൂടില്ലാതെ ഉറങ്ങാൻ വേണ്ടി പറ്റിയായിരുന്നു. രാവിലെ മോർണിംഗ് വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് നല്ലൊരു ഭംഗി തോന്നില്ല എല്ലാവർക്കും. അതേപോലെ തന്നെ കേട്ടോ. കാശിക്കോട്ട് എന്താ നമ്മുടെ പ്രകൃതി കണ്ട് ആസ്വദിക്കുകയാണ് രാവിലെ. അപ്പോൾ ഞാൻ അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് സെറ്റ് ആക്കിയിട്ടാണ് കേട്ടോ രാവിലെ ഫുഡ് കൊടുക്കുക. അവന് നെക്സ്റ്റ് ആണ് കേട്ടോ രാവിലെ കൊടുക്കുന്നത്. പിന്നെ ഉണ്ടാക്കാനും വലിയ പണിയില്ല, ജസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറുക്കി എടുത്താൽ മതിയല്ലോ. രണ്ടാളെയും കുളി കഴിഞ്ഞ് അവരെ ഭക്ഷണം കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കണ്ട, അവരങ്ങനെ സെറ്റ് ആയല്ലോ. അപ്പോൾ അവരെ റെഡി ആക്കട്ടോ. എന്ന് രാവിലെ തന്നെ നീച്ച ഉടനെ തന്നെ അല്ലിനെ കുളിപ്പിക്കുകയാണ് ചെയ്യാറ്. പല്ല് തേക്കൽ കഴിഞ്ഞിട്ട് അങ്ങനെ വേഗം കുളിപ്പിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കിളികളെ ഞാൻ പുറത്ത് കൊടുന്ന് തൂക്കിയിരിക്കുകയാണ് കേട്ടോ. രാത്രിയായി ഉള്ളിൽ കൊണ്ടിപ്പിക്കും, പൂച്ചയൊക്കെ വന്ന് കടിച്ചാലോ എന്നൊരു പേടിയുണ്ട്. അപ്പോൾ രാത്രിയായി അകത്തേക്ക് വെക്കാറുണ്ട് കേട്ടോ. ഇത് വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ വാങ്ങിയ കിളിയായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. എന്നാലും നമ്മുടെ ഉമ്മറം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കേട്ടോ. അവിടെ ആ മഞ്ഞപ്പൂക്കളൊക്കെ വിരിഞ്ഞായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ രാവിലെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലത്തെ മെയിൻ പണി എന്താണെന്ന് വെച്ച് വെച്ചാൽ നമുക്ക് ഇന്നലെ ഉണങ്ങിയെടുത്ത തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് മടക്കി വെക്കണത്. ഈ സെറ്റ് ഫുള്ള് തുണി കൊടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വൈകിട്ട് ഒരു 7 മണിയായിട്ടോ വീട്ടിലെത്തിയപ്പോൾ ആകെ ക്ഷീണിച്ചു. അപ്പോൾ വേഗം തന്നെ മേലിലേക്കിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടക്കുക ചെയ്തു. അപ്പോൾ ഇന്നലെ നമുക്കിതൊന്ന് മടക്കാനുള്ള ഒരു ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഇങ്ങോട്ട് പോയതാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ. വൈകിട്ട് ഒരു 7 മണിയാവുന്ന സമയത്തായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം തുണികളൊക്കെ ഒന്ന് മടക്കി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. ആരെങ്കിലും ഒന്ന് വന്ന് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിക്കും ഇവർക്ക് അത് എന്തത് അടക്കി പുറകെ വെക്കാനൊന്നും ടൈമില്ലെന്ന്. അപ്പോൾ ഞാൻ രാവിലെ നീച്ചുടനെ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ ഈ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ. തുണി വിരിച്ചിടലും അതേപോലെ മോളിൽ പോയി എടുത്ത് കൊഞ്ചലും അമൃത ചെയ്തിട്ടുണ്ടായിരുന്നു. അന്തനത്തെ അമ്മൂമ്മമാരുടെ അവസ്ഥയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഒരു പണി ഞാൻ ചെയ്യും, മറ്റേ പണി അവൾ ചെയ്യണം. അപ്പോൾ ഞാൻ അവൾക്കുള്ള പണി ഏതൊക്കെയെന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു കേട്ടോ. ഒരു പണി എടുക്കാതെ അങ്ങോട്ടും കൂടെ നടക്കുമായിരുന്നു ഗെയ്സ്. അപ്പോൾ അല്ലിക്കാണെങ്കിൽ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ തുണി മടക്കി വെക്കൽ കഴിഞ്ഞിട്ട് തുടയ്ക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് മോപ്പ് പൊട്ടിയ കാര്യം ഓർത്തത്. അപ്പോൾ ഞങ്ങൾ തൊട്ട് മേലത്തെ കടയിൽ പോയിട്ട് മോപ്പ് മേടിക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ അവിടെ ക്ലേ വന്നിട്ടുണ്ട്. ആൾക്ക് ക്ലേ വാങ്ങിക്കാനോ എന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ എൻ്റെ കൂടെ ത്രില്ലടിച്ചിട്ട് കടയ്ക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ക്ലേ ഒക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ ഞങ്ങൾ നല്ല ചൂടായത് കൊണ്ട് തന്നെ ഓരോരോ സിപ്പപ്പ് വാങ്ങിയിട്ട് ഇവിടെ വന്ന ഹോർലിക്സിൻ്റെ ടേസ്റ്റുള്ളൊരു സിപ്പപ്പ് ഉണ്ട്, നല്ല ടേസ്റ്റ് ആട്ടോ. അങ്ങനെ ഞങ്ങളത് എപ്പോഴും വാങ്ങിക്കാറുണ്ട്. 5 രൂപയാണ്. അങ്ങനെ ഞങ്ങൾക്ക് 4 ആൾക്കുള്ളത് വാങ്ങിയിട്ട് അമ്മയുണ്ട് വീട്ടിൽ. അവൾക്ക് മേടിച്ച ക്ലേയും കൊണ്ട് ഇതേ വന്നു ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. ഇവിടെ എത്ര അടിച്ചൊരു പെറുക്കി വെച്ചാലും ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും കേട്ടോ ക്രാഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാനുള്ളത്. അതിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും, പിന്നെ അത് നമ്മൾ എടുത്ത് വെക്കണം. എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ചെറിയ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കുക്കറിലാണ് കേട്ടോ നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് സിമ്പിൾ മെത്തേഡിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആഡംബരങ്ങളൊന്നും ഇല്ലാതെ നമുക്കൊരു സിമ്പിൾ ബിരിയാണിയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത്. അമ്മേനോട് ഞങ്ങൾ രാവിലെ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾക്കുള്ള ചോറ് വെക്കണ്ട, ഞങ്ങൾ ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കി കഴിച്ചോളാന്ന്. ഇതേ ക്ലേ വാങ്ങി കൊടുത്തിട്ട് നോക്കാം, അവളിതും കൊണ്ട് പെൻകിങ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങനത്തെ ഉണ്ടാക്കാൻ ആൾക്ക് പ്രത്യേക ഇഷ്ടവും താല്പര്യമൊക്കെ തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. നമുക്ക് എങ്ങനെയെങ്കിലും മൊബൈൽ ഫോണും ടി വി ഒക്കെ ഉള്ള സ്ക്രീൻ ടൈം ഒന്ന് ഒഴിവാക്കാമല്ലോ. അപ്പോൾ അതേ ക്രാഫ്റ്റ് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് പൈസ പോയാലും വേണ്ടില്ല വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. അതേപോലെ ഡ്രോയിങ് ഐറ്റംസും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. കുറച്ച് നേരം അതിൻ്റെ മേത്തെങ്കിലും ഒതുങ്ങിയിരിക്കുമല്ലോ, അത് കാരണം കളറിങ്ങുള്ള ഐറ്റംസും അതേപോലെ ഇങ്ങനെ മുത്തും അതൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ വീണ്ടും കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ വറുത്തതിൻ്റെ അതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ വറുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടി ഇതാ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടിയുടെ കൂട്ടത്തിൽ വന്നിട്ട് അല്ലിയും കളിക്കുകയാണ്. അങ്ങനെ ഞാൻ തുണികളൊക്കെ കൊടുത്തിട്ട് ഒന്ന് മെഷീനിലിട്ടു. ഇന്നലെ അമ്മയ്ക്ക് പുഴയ്ക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല മഴയായിരുന്നു ഇവിടെ. അപ്പോൾ അമ്മ പുഴയ്ക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാൽ തുണികൾ അങ്ങനെ മെഷീനിലിടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ അലക്കലൊന്നുമില്ല കേട്ടോ. അങ്ങനെ നേരെ പുഴയിൽ പോയിട്ടാണ് അലക്കൽ, വീട്ടിൽ അലക്കലില്ല. ബിരിയാണി ഇതായിക്കോട്ടെ ഇരിക്കുന്നുണ്ട്. കാശി നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാശിക്കോട്ടിനെ അമൃതം കുറച്ച് നേരം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് അവൾ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വെറുതെ ഒന്നും പറയല്ല കേട്ടോ. ആക്ച്വലി നമ്മൾ തട്ടിക്കൂട്ടിയിട്ടോ അല്ലെങ്കിൽ എളുപ്പപ്പണിക്കൊക്കെ വേണ്ടി ഉണ്ടാക്കുന്ന ഫുഡുകളായിരിക്കും എപ്പോഴും എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നാറുള്ളത് കേട്ടോ. നമ്മൾ നല്ല ശ്രദ്ധ കൊടുത്തുണ്ടാക്കണത് ചിലപ്പോൾ പാളും ചെയ്യും. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്കുള്ളത്. എന്നിട്ട് വേഗം തന്നെ വന്നിട്ട് നമ്മൾ ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ചിടുകയാണ്. പിന്നെ ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു ബാഗിലാണ് ആദ്യം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ബാഗിൻ്റെ സിബ്ബ ആകെ കേട് വന്നായിരുന്നു കേട്ടോ. അപ്പം ഞാനതൊരു ബോക്സിലേക്ക് ആക്കി വെച്ചു. പിന്നെ വേഗം സിറ്റൗട്ട് അടിച്ചു വരാൻ വേണ്ടി വന്നു. സിറ്റൗട്ട് മാത്രമല്ല മൊത്തം അടിച്ചു വാരി ഇടണം. ഇവിടെ ആണെങ്കിൽ ഒരു തലയണ കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പുറത്തേക്ക് കൊഴിഞ്ഞ് ചാടിയത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നിലത്ത് കൂടെ ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കിടക്കുകയായിരുന്നു. പഞ്ഞി
കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് പൊടിയും ആ പഞ്ഞിയൊക്കെ കിടക്കേണ്ടതാണ്ടോ പഞ്ഞി. അപ്പോൾ എല്ലായിടത്തും കൂടിയും പഞ്ഞി പോയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പഞ്ഞി പോയോടൊക്കെ നന്നായിട്ട് അടിച്ചു വാരി എടുക്കുകയാണ്. ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇതേ ഇവിടെ ഒരാൾ അടുക്കള ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. വേറെ ആരും അല്ല, അനിയത്തിയാണ്. അവൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അടുക്കള. അപ്പം എനിക്ക് അടുക്കളയ്ക്ക് നോക്കേണ്ട പണിയില്ല. അങ്ങനെ ഞാൻ ഉള്ളൊക്കെ നന്നായിട്ട് അടിച്ചു വാരുകയാണ്. അടിച്ചു വാരിയപ്പോഴേക്കും കാശി കരയാൻ തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും ഇത് അമൃതം വാങ്ങിയിട്ട് ചൂല് വാങ്ങിയിട്ട് അവൾ അടിച്ചു വാരുകയാണ്. പിന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തുടക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ വലിയ ചളിയും കാര്യങ്ങളൊന്നും ഇല്ല. വിഷുവിൻ്റെ അന്ന് നന്നായിട്ട് വൃത്തിയാക്കിയായിരുന്നു. നമ്മൾ മുക്കും മൂലി എല്ലായിടും പൊടി പിടിച്ചോടോ മാറാലിയും ഒക്കെ വൃത്തിയാക്കിയിരുന്നു കേട്ടോ. അതുകൊണ്ട് മാറാലി ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അടിച്ചു വാരി തുടച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ നമ്മുടെ അലമാരി ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. അപ്പോൾ ഞാൻ എല്ലായിടവും തുടച്ചെടുക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയ പുതിയ മോപ്പെന്ന്. അങ്ങനെ ആദ്യം ഞാൻ സിറ്റ് ഔട്ടാണ് കേട്ടോ തുടയ്ക്കുന്നത്. സിറ്റ് ഔട്ട് തുടയ്ക്കുമ്പോൾ തന്നെ അവിടെ ഇട്ടിരിക്കുന്ന കസാരി സ്റ്റൂളൊക്കെ എന്നും തുടയ്ക്കാറുണ്ട് കേട്ടോ. കാരണം പൊടി അടിക്കുന്നതല്ലേ പുറത്തുനിന്ന്. അപ്പോൾ അങ്ങനെ സിറ്റ് ഔട്ട് തുടയ്ക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിൽ തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നല്ല മുക്കി തുടയ്ക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. കാരണം നല്ല ചവിട്ടി കയറ്റിയിട്ടുണ്ട്. വെള്ള ടൈലും കൂടെ അങ്ങോട്ട് പ്രത്യേകിച്ച് അറിയും. അപ്പോഴത്തേക്കും ഇത് മഞ്ജു വന്നിട്ടുണ്ട് കേട്ടോ കുട്ടീനെ എടുക്കാനും നോക്കാനൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ടിൻ്റെ അടിയും റൂമൊക്കെയാണ് തുടയ്ക്കുന്നത്. അടിക്കുക തുടയ്ക്കാൻ കേട്ടോ ഒരു ദിവസത്തിൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത്. കുക്കിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒക്കെ അമ്മയാണ് ചെയ്യാറുള്ളത്. പിന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ടൈമിൽ മാത്രമേ കേട്ടോ ഞാൻ കുക്ക് ചെയ്യാറുള്ളൂ. അങ്ങനെ പിന്നെ ഇതാ ഈ ഒരു റൂമും അടിച്ചു വരി തുടയ്ക്കുകയാണ്. പക്ഷേ ഇതേ പുറത്തു കൂടെ നടക്കട്ടോ. രാവിലെ ഒരു 9-9:30 ആ ഒരു സമയമാണ് കേട്ടോ. ഇപ്പോൾ അല്ലി ഇതാ കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതാ കാശിയുടെ കൂടെ മഞ്ജു വന്നിട്ട് അവനെ കളിപ്പിക്കുന്നു. അതൊക്കെ നമ്മുടെ അപ്പുറത്തെ വീടുത്തെ കുട്ടികളാണ് കേട്ടോ. എൻ്റെ പഴയ റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. മേ ബി കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.